ഹലോ അസ്സലാമു അലൈക്കും. റമദാൻ മുബാരക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നോമ്പും നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇഫ്താർ വ്ലോഗായിട്ടാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ ഇഫ്താർ വ്ലോഗാണ്. എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിലായിട്ട് പറയാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. IPL കണ്ടുകൊണ്ട് റിവാർഡ്സ് ഏൺ ചെയ്യാൻ പറ്റും. lotus365.in നിങ്ങളെ ഒപ്പീനിയൻസ് രേഖപ്പെടുത്തുക. ഇതിൽ ക്രിക്കറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 50-ൽ പരം ചോദ്യങ്ങളുണ്ടാവും. അതിനൊക്കെ ആൻസർ കൊടുക്കുക. പിന്നെ lotus365.in രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 365 രൂപ ഇവർ ഫ്രീ ആയിട്ട് തരുന്നതാണ്. ഇതിൽ 24 hours കസ്റ്റമർ സർവീസ് ഉണ്ട്. പിന്നെ ക്രിക്കറ്റ് കൂടാതെ 200-ൽ പരം ഗെയിംസും ഇതിൽ അവൈലബിൾ ആണ്. അതിലൊക്കെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസസും അവർ തരുന്നുണ്ട്. പിന്നെ 10 മില്യണിലധികം യൂസേഴ്സ് ഉണ്ട് കേട്ടോ ഇതിന്. പിന്നെ ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആയിട്ട് വരുന്നത് നവാസുദ്ദീൻ സിദ്ദീഖ്, ഉർവശി റോട്ടേല, സുനിൽ ഷെട്ടി, പിന്നെ നേഹ ശർമ്മ, കാജൽ അഗർവാൾ ഇവരൊക്കെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇന്ന് ഞാൻ കുറച്ച് ലേറ്റായി പോയി അടുക്കളയ്ക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അത് അയില വറ്റിച്ചതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ബീഫ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അത് നമ്മൾ കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു ഐസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടിട്ട് വെക്കുകയാണ് ഞാൻ. പിന്നെ ആ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. വീണ്ടും നല്ല വെള്ളം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഐസ് പോയി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആക്കി വെക്കാനുണ്ട്. ഇനി ഇതൊക്കെ ശരിക്കും നോമ്പിൻ്റെ മുന്നായിട്ട് ചെയ്യണം. പക്ഷെ നമുക്കൊന്നിനും ടൈം കിട്ടിയിട്ടില്ലേനോ. അങ്ങനെ ഇപ്പോഴാണ് ഞാനത് ചെയ്യണത്. അതാ അതിൽ വറ്റിച്ചത് നല്ല റെഡി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഇഞ്ചി ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ഇവിടുത്തെയൊക്കെ ഇങ്ങനെ വലിയ ഇഞ്ചിയാണ്. അതുകൊണ്ട് പിന്നെ നമ്മളെ നാട്ടിലത്തെ മാതിരി വലിയ ഇടങ്ങേറില്ല ക്ലീനാക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ കഴിയുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇത് ശരിക്കും നമ്മൾ സെയിം അളവിലാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളി എടുക്കലുള്ളത്. പക്ഷെ ഇപ്പം ഞാനതൊന്നും നോക്കിയിട്ടില്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുകയാണ്. പിന്നെ പേസ്റ്റ് പോലെ ആക്കണില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടാണ് ചെയ്യണത്. പേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ എനിക്കതിനെന്തോ വേറൊരു ടേസ്റ്റ് പോലെ തോന്നലുണ്ട് നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്കാമെന്നാണ് വിചാരിക്കണേ. ഈ ഒരു ഇതിലിട്ടിട്ടാണ് ചെയ്യുന്നത്, നമ്മളെ ചോപ്പറിലിട്ടിട്ട്. ഇതിൽ വേണമെങ്കിൽ നല്ല ഫൈനായിട്ടും കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഇങ്ങനെയാണ് ആക്കിയിട്ടുള്ളത്. ആദ്യം ഇഞ്ചി ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് പിന്നെ അതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് രണ്ടും കൂടെ അങ്ങനെ അടിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ ഇഫ്താറിന് നമുക്ക് 2 ഗസ്റ്റ് ഉണ്ട്. അപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്, ഓരും വിളിച്ചിട്ടുണ്ടേനു. അങ്ങനെ ഞാൻ ഈ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് റെഡിയാക്കിക്കുന്നത്. ഇനി ഇത് ഒരു പാത്രത്തിലേക്കായിട്ട് മാറ്റിയിട്ട് അത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് വെക്കാം. അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ എടുക്കാം. പിന്നെ ഇത് നമ്മൾ ഐസ് ക്യൂബിൻ്റെ ആ ഒരു ട്രെയിലൊക്കെ ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് അതങ്ങനെ എടുത്താൽ മതിയാവും കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ സ്നാക്ക് ആക്കുന്നുണ്ട്. അതും 2 സ്നാക്കാണ് ചെയ്യുന്നത്. അതിൽക്ക് 2ൽക്കും ഉള്ളി വേണം. ഏകദേശം സെയിം മസാല ആയിട്ടുള്ളതാണ് ചെയ്യുന്നത്. ഒരെണ്ണം സമൂസയാണ് കേട്ടോ. സമൂസ ഇപ്പം അധിക ദിവസം നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഞാനന്ന് ഷോപ്പ് ചെയ്ത സമയത്ത് വലിയ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ സമൂസ ലീഫിന്. അങ്ങനെ ഞാൻ കുറേ വാങ്ങിച്ചിട്ടുണ്ടേനി. അപ്പോൾ അത് തീരണമല്ലോ, തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കിപ്പം എൻ്റെ അടുത്ത് നല്ല കേൾക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, അതിന് വേണ്ടിയിട്ട് എന്നും അധിക ദിവസം ഇപ്പം സമൂസ ആക്കലുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഉള്ളിയും കൂടെ ഞാനിങ്ങനെ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഉള്ളിപ്പോൾ അധികം ഇങ്ങനെ തന്നെയാണ് ഞാൻ ആക്കലുള്ളത്, പെട്ടെന്ന് പണി ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുറിച്ചെടുക്കുകയാണ്. പച്ചമുളകും തക്കാളിയും മല്ലിയിലും അതൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അതാ ബീഫ് നല്ലോണം കഴുകിയിട്ട് അതിലേക്ക് മസാലയും ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. എൻ്റെ ബീഫ് കറീൻ്റെ റെസിപ്പിക്ക് തോന്നുന്നു ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ ഞാനിത് ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അങ്ങനെ എൻ്റെ ബീഫ് കറി റെഡി ആയപ്പം ഞാൻ അതിൽ നിന്ന് നമ്മൾ സ്നാക്കിന് വേണ്ടിയിട്ടുള്ളത് എടുത്ത് മാറ്റുകയാണ് കേട്ടോ. ഇങ്ങനെ എടുക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അല്ലാതെ നമ്മൾ വെറും ഉപ്പും മഞ്ഞൾപ്പൊടിയും അങ്ങനെ ഇട്ട് വേവിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ കറിയിൽ നിന്ന് എടുക്കുമ്പോഴാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ കുറച്ചധികം എടുത്തിരുന്നു കേട്ടോ. എനിക്ക് ആവശ്യത്തിനുള്ളതൊക്കെ വേറെയുള്ളവർ വരുന്നതല്ലേ, അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ പീസസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതിൻ്റെ മസാല ആക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് ആദ്യം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് അതിലേക്കായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തതിന്. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുമ്പം അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ നല്ലോണം പോയി കിട്ടും. പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഞാൻ ടോട്ടൽ 4 എണ്ണേനും എടുത്തത്. എന്നിട്ട് അതിൻ്റെ പകുതിയായിട്ട് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ പകുതി ഇതിലേക്കായിട്ട് ഇട്ട് കൊടുത്തിന്, 2 എന്നുള്ള നിലക്ക്. പിന്നെ പച്ചമുളക് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഉള്ളിലേക്ക് നമ്മൾ ഇപ്പം തന്നെ ഉപ്പിട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും കേട്ടോ. എല്ലാവർക്കും അറിയുന്ന കാര്യമാവും. പിന്നെ ഞാൻ തക്കാളിൻ്റെ കുറച്ച് ഭാഗം, ഒരു 1/4 ഭാഗത്തോളം ആ ഒരു വലിയ തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതൊക്കെ കുറച്ചായിട്ടാണ് ഇട്ട് കൊടുത്തത്. അതുപോലെ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഞാൻ ഏകദേശം 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്.
അങ്ങനെ ഈ മസാല നന്നായിട്ടൊന്ന് വഴണ്ടി വരണം. പിന്നെ ഇന്നമ്മ പുട്ടും ഉണ്ടാക്കുന്നുണ്ട്, കുറച്ച് പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പുട്ടിന് വേണ്ടിയിട്ടുള്ള പൊടി ഇവിടെ നനച്ച് വെച്ചിരിക്കുന്നത്. പത്തിരിൻ്റെ പണിയൊക്കെ അമ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മെയിൻ പരിപാടി സ്നാക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇനി ഞാൻ ഈ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ബീഫ് ഉണ്ടല്ലോ, അത് ഈ ചോപ്പറിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. നേരത്തെ ചൂടേനു, അതിന് ഞാനിങ്ങനെ മാറ്റി വെച്ചത്. ഇനി ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. സാധാരണ ഞാൻ കൈ വെച്ചിട്ട് ഇങ്ങനെ പിച്ചിടുകയാണ് കേട്ടോ ചെയ്യൽ. എനിക്കെന്തോ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ അത് ഭയങ്കര ഇങ്ങനെ ഫൈനായിട്ട് പോകുന്ന പോലെ തോന്നലുണ്ട്. അപ്പം ഒന്നുകിൽ ഇങ്ങനെ ചോപ്പറിലിട്ടിട്ട് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അമ്മിക്കുട്ടി ഉണ്ടല്ലോ അത് വെച്ചിട്ട് വെല്ലം ഇങ്ങനെ കുത്തി കൊടുത്താണ്ട് അടർത്തിയെടുക്കും. അപ്പോഴും നല്ലപോലെ തന്നെ കിട്ടലുണ്ട് കേട്ടോ. പിന്നെ എന്താ അമ്മ ബീഫ് കറി വറവിടുന്നുണ്ട്. അമ്മ ആദ്യം ബീഫ് കറി മസാലക്കറി ആയിട്ട് വെക്കാമെന്നേനു കേട്ടോ വിചാരിച്ചത്. പിന്നെ തേങ്ങ വറുത്തരച്ചിട്ട് ആണിപ്പം കറി റെഡിയാക്കിയിട്ടുള്ളത്. എന്നിട്ട് അതിലേക്കായിട്ട് വറവിട്ട് കൊടുത്തതിന് ശേഷം മേലെ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വറുത്തരച്ച് വെക്കുന്ന ബീഫ് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ, നല്ല മണമുണ്ടേനു ആ സമയത്ത്. ഇനി നമ്മൾ നേരത്തെ പിച്ചെടുത്തിട്ടുള്ള ബീഫിൽ നിന്ന് പകുതി ഭാഗം ഇതിൽക്കായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അമ്മ അതിൻ്റെ മേൽക്കായിട്ട് കുറച്ച് കറിവേപ്പിൻ്റെലും കൂടെ ചേർത്ത് തന്നിട്ടുണ്ട്. അത് ഉമ്മൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. അപ്പം അമ്മനോട് ചോദിച്ചപ്പോൾ ഒരു 2-3 എണ്ണം തന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില മുറിച്ചതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. എനിക്ക് ആദ്യം ഈ മല്ലിയിലൻ്റെ ടേസ്റ്റ് തീരെ ഇഷ്ടമല്ലേനു, പക്ഷെ ഇപ്പം നല്ല ഇഷ്ടമാണ് കേട്ടോ. എല്ലാ സ്നാക്കിലും ആ ഒരു മല്ലിയിലൻ്റെ ഫ്ലേവർ വരുമ്പം നല്ല ഇഷ്ടമാണ്. കറികളിലും ഒക്കെ നല്ല ടേസ്റ്റാണല്ലോ. ആദ്യമൊക്കെ ഞാനത് എടുത്ത് ഒഴിവാക്കിനു, എന്നിട്ടാണ് കഴിച്ചിട്ടുണ്ടായത്. ഓരോ സമയത്തും നമുക്ക് ഓരോരോ ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ ഇത് ഉമ്മ വെള്ളം വെച്ചതാണ് കേട്ടോ, പത്തിരിപ്പൊടി കുഴക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി നമ്മൾ സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു മസാല റെഡിയാക്കി എടുക്കാൻ പോവാം. അപ്പോൾ നേരത്തെ ആക്കിയിട്ടുള്ള മസാല വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു സെയിം പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് നേരത്തെ പോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, ഭയങ്കരമായിട്ട് അങ്ങനെ മൂത്ത് വരണമെന്നില്ല. പിന്നെ ഞാൻ പച്ചമുളകും കുറച്ച് തക്കാളി മുറിച്ചത് ബാക്കിയുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ സമൂസയൊക്കെ കഴിക്കുമ്പോൾ കുറച്ചൊരു പുളി വേണം. ഒന്നുകിൽ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഇത്തിരി നാരങ്ങ നീര് പിഴിഞ്ഞ് കൊടുക്കും കേട്ടോ. എല്ലാവർക്കും ആ ഒരു ടേസ്റ്റ് വരുന്നത് ഇഷ്ടമാണ്. പിന്നെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്കായിട്ട് ഉള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഉള്ളിയും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്തിനാ അതിങ്ങനെ രണ്ടെണ്ണാക്കി ചെയ്യണത്, സെയിം സാധനങ്ങളല്ലേ ചേർക്കണത്, ഒറ്റ മസാല ആക്കിയ പോരെയെന്ന്. 2 മസാലയും 2 വേവാണ് കേട്ടോ വരുന്നത്. അതെന്താണെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതവിടെ പത്തിരിപ്പൊടി കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ സ്നാക്കിൽക്കും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യണത്. നമ്മൾ പത്തിൽ പോലെ ആക്കിയിട്ട് അതിൻ്റെ മേലെ ബീഫിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണേ. സാധാരണ പത്തിലാക്കുന്ന സമയത്ത് അരി അരച്ചിട്ടാണ് ചെയ്യലുള്ളത്. ഞാനിപ്പോൾ ഇങ്ങനെ പൊടി വാട്ടിയിട്ട് ചെയ്ത് നോക്കുകയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ കണ്ടിട്ടില്ല. ഇഡ്ഡലി ചെയ്യുന്ന പോലെ കണ്ടിരിക്കുന്നു കേട്ടോ, ഇങ്ങനെ പൊടി വാട്ടിയിട്ട് ബീഫിൻ്റെ ഇഡ്ഡലി പോലെ ആക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ആക്കാമെന്നു ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ സമയം കുറേ എടുക്കുക, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കിയെടുത്തതാണ്. ഇനി നമ്മൾ ആ പിച്ചി വെച്ചിട്ടുള്ള ബീഫ് ബാക്കിയുള്ളത് മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വേവിൻ്റെ വ്യത്യാസം എന്ന്. സമൂസയിലേക്ക് നമ്മൾ അങ്ങനെ അധികം വേവിക്കൂല. ഉള്ളി ഇങ്ങനെ കുറച്ചിങ്ങനെ കടിക്കുന്ന പോലെ വേണം, അപ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഞാൻ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. ഇതിൽ പിന്നെ നമ്മളങ്ങനെ ഓവർ സ്പൈസസും ചേർക്കില്ല, മുളക് പൊടി ഒന്നും ഇട്ട് കൊടുക്കലില്ല. കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി, എരിവ് പാകമാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫാക്കും. പിന്നെ ഇതിൽ ഞാൻ തീരെ ഉപ്പിട്ടിട്ടില്ലേനു, കാരണം ഉപ്പ് ചെന്നാൽ ഇനി ഉള്ളി പെട്ടെന്ന് തന്നെ വെന്ത് വാടി പോകുമെന്ന് വിചാരിച്ചിട്ട് ഇനി അവസാനമാണ് കേട്ടോ ഞാൻ ഉപ്പ് ചേർത്തെടുത്തത്. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് മിക്സാക്കിയാൽ നമ്മൾ സമൂസൻ്റെ ഫില്ലിങ്ങും റെഡിയായി. ഇനി ഇതൊക്കെ ഒന്ന് ചൂടാറണം, അതിന് ശേഷം വേണം സമൂസൻ്റെ ആ ഒരു ഷീറ്റിലെടുത്തിട്ട് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ സമൂസ ഷീറ്റ് ഞാൻ ഓഫർ കണ്ടപ്പോൾ വാങ്ങിച്ചതേനു കേട്ടോ, പക്ഷേ ഭയങ്കര കട്ടിയുള്ളൊരു തരം ഷീറ്റ്. നമ്മൾ സാധാരണ സ്വീറ്റ്സിൻ്റെതാണ് വാങ്ങിക്കൽ, അത് നല്ല നൈസായിട്ടാണ് ഉണ്ടാവുക. ഇത് ഭയങ്കര കട്ടിയും പോരാത്തതിന് ഭയങ്കര ഡ്രൈ ആയി നിൽക്കുന്ന പോലത്തെ ഒരു ഷീറ്റ്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അനുഭവം. അതും ഓഫറിന് കേട്ടപ്പോൾ 3 പാക്കൊക്കെ വാങ്ങിനു കേട്ടോ, കാരണം നമ്മളെല്ലാവരും നോമ്പിന് അധികം സമൂസ ഉണ്ടാക്കലുണ്ട്, അത് വിചാരിച്ചിട്ട് എടുത്തതാണ്. ഇപ്പം ഇനി ഇത് തീർക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് സമൂസ ഉണ്ടാക്കുകയാണ്. പിന്നെ ഞാനിതാ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് പിന്നെ നമ്മൾ മടക്കിയെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കണം, ഇല്ലെങ്കിൽ വേഗം ഇങ്ങനെ സൈഡൊക്കെ പൊട്ടി പോരും കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ച തണുപ്പ് വിടാത്തോണ്ടിരിക്കുന്ന, പക്ഷേ അങ്ങനെയല്ല, എത്ര നേരം വെച്ചിട്ടും ഇങ്ങനെ തന്നെയാണ് ആവണത്. പിന്നെ ഞാനൊരു 2-3 ഷീറ്റ് മാത്രമേ പുറത്തെടുത്ത് വെക്കുള്ളൂ കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളത് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് കവർ ചെയ്ത് വെക്കും. അതാ സൈഡിലത് പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇത് പൊരിക്കുന്ന സമയത്തും ഇടങ്ങേറ് തന്നെയാണ് കേട്ടോ, കാരണം ഭയങ്കര ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് പൊരിച്ചെടുക്കാൻ. ഒന്ന് തീ കൂടി
പോയി കഴിഞ്ഞാൽ അപ്പോത്തിനും കരിഞ്ഞു പോവാം, ഭയങ്കരമായിട്ട് ഇങ്ങനെ കറുത്ത കളർ വരികയാണ്. പിന്നെ ഇതാ പെട്ടെന്ന് തന്നെ എല്ലതും പൊരിച്ചെടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ സൈഡിൽ ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ടേനു. പൊരിച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ കാസറോൾക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അടിയിലൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി എക്സസ് ആയിട്ടുള്ള ഓയിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് വലിച്ചെടുത്തോട്ടെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇതൊക്കെ വേഗം കഴിയേ. ഉമ്മ സഹായിക്കാനുണ്ടാവും. ഉമ്മൻ്റെ പണി അപ്പോത്തിനും ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം ഉമ്മ ഇന്ത്യയിൽക്കും കൂടും കേട്ടോ. പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു പത്തിലുണ്ടല്ലോ, അതിലേക്ക് വേണ്ടിയിട്ട് തേങ്ങയും പെരിഞ്ചീരകവും കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കാൻ പോവാണ്. ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആവും കേട്ടോ. ഞാനിപ്പോൾ ഇത്ര മാത്രമേ ഇട്ടിട്ടുള്ളേനോ, ഇനിയിപ്പം ഉള്ളി തൊലിക്കാനൊന്നും നേരമില്ല, അപ്പോൾ അതുകൊണ്ട് ഇത്ര മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് അത് ഇതാ അമ്മ നമ്മളെ പത്തിലിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ച് തന്നിട്ടുണ്ട്. ഇനി അയൽക്കായിട്ട് ഇതിട്ട് കൊടുത്തിട്ട് വീണ്ടും ഞാൻ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ഈ തേങ്ങൻ്റെ ടേസ്റ്റ് വരുമ്പം എപ്പോഴും ഇങ്ങനെ പത്തിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു തേങ്ങൻ്റെ ടേസ്റ്റ്. ഇനി ഞാനിത് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ തട്ടിലൊക്കെ ഓയിലൊന്നിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊരു നാരങ്ങ വലുപ്പത്തിലുള്ള ബോൾ എടുത്തിട്ട് ഇതിലിങ്ങനെ പരത്തി കൊടുക്കുക. നല്ല നൈസായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ആദ്യം ഞാനിങ്ങനെ നൈസായിട്ട് വെച്ചത് നമുക്കിതിൻ്റെ മേലെയും ഇതുപോലെ കുഞ്ഞി പത്തിലാക്കിയിട്ട് കവർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഉള്ളിൽ ഫില്ലിങ്ങും മേലെയും താഴെ ഇങ്ങനെ പത്തിൽ വരുന്ന പോലെയും അങ്ങനെ ആക്കാമെന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ അത് ഭയങ്കര സമയം എടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഒരു പീസ് മല്ലിയില ഇതേപോലെ എല്ലാത്തിൻ്റെ മേലെയും വെച്ച് കൊടുക്കുന്നുണ്ട്, കാണാനൊരു രസത്തിന് വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെ ഞാൻ വേറൊരു ട്രെയിലും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കിത് വാഴൻ്റെലയിൽ വെച്ചിട്ട് ചെയ്യുമ്പം കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ആ വാഴൻ്റെലിൻ്റെ ടേസ്റ്റും കൂടെ വരുമ്പോൾ നല്ല രസമാണല്ലോ. ഒരു അടൻ്റെ ഒക്കെ പോലെ വരും. അട ഷേപ്പിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ, അപ്പോഴും ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാൻ ഈ തട്ടെല്ലാം ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് അത് കവർ ചെയ്ത് വെക്കുകയാണ്. ഇനി ആ ഒരു പത്തിൽ വേവുന്ന സമയം അത് നമുക്കിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ മനസ്സിലാവും അത് വെന്തിക്കുന്നോ എന്നുള്ളത്. കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരും. പിന്നെ ഞാനിത് അതാവുമ്പോഴത്തേനും അടുത്ത തട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയിനി അതേപോലെ തന്നെ തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാൻ കേട്ടോ. ഇത് നമ്മളിങ്ങനെ നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട്, അതേപോലെ ചെയ്തെടുക്കാൻ നോക്കിയതാണ്. പക്ഷേ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ വെച്ചപ്പോൾ വലിയ രസമില്ലേനി. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ സ്നാക്ക് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനത് പ്ലേറ്റിലേക്കായിട്ട് എടുത്ത് മാറ്റാണ്. ഇത് ചൂടാറിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വിട്ട് കിട്ടൂല. ഇനി ഇതാ ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. ടേബിളെല്ലാം റെഡിയാക്കി എടുക്കുകയാണ്. ആദ്യം ഫ്രൂട്ട്സ് കൊണ്ടുവച്ചാണ് നമ്മളിങ്ങനെ ആയതായത് ഇതിൻ്റെ മേലേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണ്. ഇത് നമ്മൾ ഹാളിലത്തെ വിൻഡോ കൂടെ നോക്കിക്കഴിഞ്ഞാലുള്ള സീനാണ് കേട്ടോ. ഇത് കൂടെ നോക്കിയാൽ നമുക്ക് ക്ലോക്ക് ടവറും പിന്നെ ഹറമിൻ്റെ ഗേറ്റും ഒക്കെ കാണാനായിട്ട് പറ്റും. ആ ഒരു കവാടുണ്ടല്ലോ അതൊക്കെ കാണാൻ വേണ്ടി പറ്റും. അതിലേക്ക് ഇങ്ങനെ ആൾക്കാർ പോകുന്നതും ഒക്കെ കാണാം. അപ്പോൾ ഞാനിങ്ങനെ അത് വെറുതെ നോക്കി നിന്നതാണ്. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ക്ലോക്ക് ടവറിൻ്റെ ആ ഒരു മേൽഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ ഗ്രീൻ കത്തും. ഇത് കണ്ടില്ലേ, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഞാൻ വെറുതെ പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. അതിങ്ങനെ ഗ്രീൻ കളറായിട്ട് വരും, ഗ്രീൻ ലൈറ്റൊക്കെ ആയിട്ട്. അൽഹംദുലില്ലാ ഹറമത്തെ ബാങ്കും നമുക്ക് റൂമൊക്കെ കേൾക്കും കേട്ടോ. അങ്ങനെ ബാങ്ക് കൊടുത്ത സമയത്ത് ഞങ്ങളിനി എല്ലാവരും കൂടെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആ ഒരു ബീഫ് പത്തിലൊക്കെ നല്ല രസമുണ്ടേനി കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമുക്ക് പല ഷേപ്പിലായിട്ട് ചെയ്യാം. ബോൾ പോലെ ആക്കാം, അട പോലെ ആക്കാം, ഇഡ്ഡലി പോലെ ചെയ്യാം. അങ്ങനെ നമ്മൾ ഇഷ്ടത്തിന് ഷേപ്പ് മാറ്റി കൊടുക്കാം. അപ്പോൾ പേരും മാറ്റട്ടോ നമുക്ക്. പിന്നെ ഇതാ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുക. നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇവിടെ ടേബിൾ പിടിച്ച് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ ഓരോ ഫ്രൂട്ട്സ് ആയിട്ട് അവനക്ക് ഇങ്ങനെ കൊടുക്കും. നല്ല ഇഷ്ടം ഇങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ എല്ലാവരും കൂടി ഇരുന്നിട്ട് നോമ്പ് തുറക്കുകയാണ്. പിന്നെ ഞാൻ അധികമൊന്നും വീഡിയോസ് എടുക്കാൻ നിന്നില്ല. കാരണം ഡിന്നറിന് ഞാൻ പറഞ്ഞില്ല ഉപ്പൻ്റെ 2 കൂടെ വർക്ക് ചെയ്യുന്ന 2 പേരുണ്ടായിട്ടുണ്ടെങ്കിലും. അപ്പോൾ പിന്നെ ഞാൻ ഓരെല്ലോണ്ട് അങ്ങനെ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഇനി അങ്ങനെ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിക്കാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്